എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറിയപ്പോ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി. സാമന്ത രാജാക്കന്മാരെല്ലാം ബുദ്ധമതം സ്വീകരിച്ചു. ഇവര് ഒരു അബദ്ധം ചെയ്തു. അബദ്ധം മറ്റൊന്നും ആയിരുന്നില്ല. സൈന്യത്തെ പിരിച്ചുവിട്ടു, ആയുധങ്ങൾ ഉപേക്ഷിച്ചു. സൈന്യമില്ലാത്ത, ചോര കണ്ടാൽ തലകറങ്ങി വീഴുന്ന, ഉറുമ്പിനെ കൊന്നാൽ ശിക്ഷ, പേനിനെ കൊന്നാൽ ശിക്ഷ, കൊതുകിനെ കൊന്നാൽ ശിക്ഷ. വളരെ രസകരമായ ഒരു സംഭവം ബുദ്ധന്റെ ചരിത്രത്തിലുണ്ട്. ബുദ്ധന്റെ ചരിത്രമല്ല, ഈ ബുദ്ധിസ്റ്റുകളുടെ ചരിത്രത്തിൽ. ഭഗവാൻ ബുദ്ധൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ബുദ്ധിസ്റ്റുകൾ പിന്നീട് ഹീനയാന മഹായാനം ഒക്കെ ആയപ്പോ ഒരു സ്ത്രീ ഒരു ദിവസം ഇവരുടെ തലയിൽ നിന്നൊരു പേൻ എടുത്തിട്ട് ഈ നഖത്തിന്റെ മുകളിലിട്ടിട്ടാണല്ലോ കൊല്ലുക. ഇങ്ങനെ കൊന്നു. ഇതൊരു ചാരം കണ്ടു. അയാൾ റിപ്പോർട്ട് ചെയ്തു രാജാവിനെ. അങ്ങനെ ഈ സ്ത്രീയുടെ സ്വത്ത് കണ്ട് കെട്ടിയിട്ട് പേനിന് വേണ്ടി ഒരു അമ്പലം ഉണ്ടാക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേപ്പാൾ പോയാൽ കാണാം. പേനിന്റെ അമ്പലം. അഹിംസ എന്ന് പറഞ്ഞാൽ അവശ്യഹിംസയും അനാവശ്യ ഹിംസയും ഉണ്ട്. അവശ്യഹിംസ, നടന്നു പോകുമ്പോൾ നൂറുകണക്കിന് എറുമ്പുകളെയും ജീവികളെയും കൊല്ലാതെ നമുക്ക് ആർക്കും ഒരു പറമ്പിലൂടെ നടന്നു പോകാൻ കഴിയില്ല. ശ്വാസം കഴിക്കുമ്പോൾ പല പ്രാണികളും മൂക്കി കയറി ചെത്തുപോകും, ഒരു രക്ഷയുമില്ല. അറിയാതെ ചെയ്യുന്ന ഇത് അവശ്യഹിംസയുമാണ്. കാരണം ഒരു മനുഷ്യൻ ദിവസവും ഇങ്ങനെ പല ജീവജാലങ്ങളെയും കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം പാപമാണെന്ന് ധരിച്ച് അഹിംസയുടെ സിദ്ധാന്തം പ്രചരിപ്പിച്ചപ്പോ ഒരു 10 തലമുറ കഴിഞ്ഞപ്പോ പ്രതികരണ ശേഷിയില്ലാത്ത, രക്തം കണ്ടാ നിലവിളിക്കുന്ന ആ ഒരു സമൂഹത്തിനിടയിലേക്കാണ് ഗസ്നി, ഗോറി, ഖിൽജിമാര് കയറി കളിച്ചത്. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക എന്ന് കവി പാടിയത് ഇതുകൊണ്ടാ. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഗാന്ധാരിയുടെ ഗാന്ധാരദേശം ഇന്ന് താലിബാൻ, അഫ്ഗാനിസ്ഥാൻ. പാഞ്ചാലിയുടെ പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാനും, ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ. സ്വർണമയൂര ലങ്ക, ഡീസലിന് ഇപ്പോൾ 250 രൂപ അവിടെ. പട്ടിണിയുടെ പരിവട്ടത്തിൽ സ്വർണമയൂര ലങ്ക. 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഭാരതം ഇന്ന് മോദിജി ഭരിക്കുന്ന ഇന്ത്യയുടെ വലിപ്പം എത്രയാ? 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. എന്തു പറ്റി? ഹനുമാനെയും രാമനെയും പഠിക്കാൻ മറന്നുപോയി ഒരു സമൂഹം. ബുദ്ധന്റെ പിന്നാലെ പോയപ്പോ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ രാജസ്ഥാന്റെ, ഗുജറാത്തിന്റെ ഇപ്പുറത്ത് ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുവാൻ 700 കൊല്ലത്തെ പടയോട്ടം കൊണ്ട് ഇസ്ലാമിക രാജാക്കന്മാർ കഴിഞ്ഞു. 1100 ഗസ്നി, ഗോറി, ഖിൽജി, തുഗ്ലക്, ബാബർ, ഹുമയൂൺ, ഷാജഹാൻ, ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തി 700 കൊല്ലക്കാലത്ത് നിരന്തര പടയോട്ടം. 40 ലക്ഷത്തിൽ പരം ഹിന്ദുക്കളുടെ മരണം, 30,000-ൽ പരം ക്ഷേത്രങ്ങളുടെ തകർച്ച, അയോധ്യ, കാശി, മധുരയടക്കം 3000 ക്ഷേത്രങ്ങളുടെ ധ്വംസനം ഒക്കെ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല? കാരണം ഗുജറാത്തിന്റെ ഇപ്പുറത്ത്, രാജസ്ഥാന്റെ ഇപ്പുറത്ത് നമ്മുടെ രജപുത്രന്മാര്, നമ്മുടെ വീരയോദ്ധാക്കൾ, അവർ രാമനെയും കൃഷ്ണനെയും ആരാധിച്ചു. ഒരു കയ്യിൽ രാമന് ബാണമുണ്ടായിരുന്നു, മറുകൈയിൽ സത്യവും ഉണ്ടായിരുന്നു. അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയ അതേ രാമൻ 72 മിനിറ്റ് കൊണ്ടാണ് 14,000 രാക്ഷസന്മാരെയും കൊന്നു കളഞ്ഞത്. ധർമ്മത്തിന്റെ വിജയത്തിന് സത്യത്തെയും ശക്തിയെയും ഒരുപോലെ മുറുകെ പിടിക്കണം. ധർമ്മത്തിന്റെ വിജയത്തിന് സത്യത്തെയും ശക്തിയെയും, അച്ഛന്റെ വാക്ക് അത് സത്യത്തിന്റെ വിജയമായിരിക്കണം. അതുകൊണ്ട് പുംനാമ നരകത്തിൽ പതിക്കാതെ അച്ഛനെ കാക്കാൻ, പുമ്മെന്നാൽ നരകം, പിതാവിനെ നരകത്തിൽ പതിക്കാതെ നോക്കുന്ന മക്കളുടെ പേര്, മാതാപിതാക്കളെ നരകത്തിൽ പതിക്കാതെ നോക്കുന്ന മക്കളുടെ പേര് പുത്രനോർ പുത്രി. അങ്ങനെ രാമൻ കാട്ടിൽ പോയി. ശൂർപ്പണഖയുടെ മൂക്ക് ചെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് കൊല്ലാൻ വന്ന 14,000 രാക്ഷസന്മാരെ കൊന്നു തള്ളുവാൻ ഭഗവാൻ ഏതാനും മണിക്കൂറുകളെ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ ഒരു ഭാഗത്ത് വില്ലും അമ്പും എടുത്ത രാമനെയും മറുഭാഗത്ത് സത്യം ധരിച്ച രാമനെയും, ശക്തിയും സത്യത്തെയും ഒരുപോലെ രാമന് വഴങ്ങും. രാമന് സത്യവും ശക്തിയും ഒരുപോലെ വഴങ്ങി അത് രണ്ടിനെയും രാമന് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഹനുമാൻ സ്വാമി രാമന്റെ ദൂതനാണല്ലോ. ഹനുമാൻ സ്വാമി രാമന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയും രാമന്റെ മോഡലാണ്, റോൾ മോഡലാണ്. യദ്യഥാ ചരിതി ശ്രേഷ്ഠ തത്തദേവേ തരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രേഷ്ഠനായ വ്യക്തി എന്ത് ചെയ്യുന്നുവോ അതിന് ലോകം ചെയ്യും. രാമൻ വളരെ ശ്രേഷ്ഠനാണ്. അതുകൊണ്ടാണ് രാമനെ ഇന്നും നമ്മൾ മാതൃകയാക്കുന്നത്. നമ്മളിപ്പോഴും ചിന്തിക്കുന്ന രാമനെ കുറിച്ചല്ലേ.
എത്ര ലക്ഷം വർഷം മുമ്പാ രാമൻ ജീവിച്ചത്? ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരവും കഴിഞ്ഞു, ഇത് കലിയുഗം 5127. ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് രാമനെ കുറിച്ച് പാടുന്നു, രാമനെ കുറിച്ച് പറയുന്നു. രാമൻ, രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യ പരാക്രമ എന്ന് പറഞ്ഞത് രാമന്റെ ബാണമേറ്റ് മരിച്ചാളാ മാരീചൻ. രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ്, സാധു സത്യ പരാക്രമനാണ്. അതുകൊണ്ട് രാവണ, ഭാര്യയെ തിരിച്ചേൽപ്പിച്ചിട്ട് മാപ്പ് പറഞ്ഞാൽ നിന്റെ ജീവൻ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. രാവണന് കാര്യം മനസ്സിലായില്ല. അച്ഛന്റെ കാമാവേശം കൊണ്ട് ദേവേന്ദ്രനെ ജയിച്ചൊരു മകനുണ്ടായിരുന്നു ഇയാൾക്ക്, മേഘനാഥൻ. അയാൾ മറ്റൊരു പേരിലാണ് വിളിച്ചത്, ഇന്ദ്രജിത്ത്. അയാൾ മരിച്ചുപോയി. ഇദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു രാവണന്. അയാളൊരു പാവായിരുന്നു ആള്. ഉണ്ണുക ഉറങ്ങുക, ഉണ്ണുക ഉറങ്ങുക, വേറൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഒരു ഉപദ്രവം അയാൾ ആർക്കും ചെയ്തില്ല, ഫുഡ് കൊടുത്തേച്ചാൽ മതിയായിരുന്നു. കുംഭകർണൻ, ഇയാളെ വിളിച്ചുണർത്തി ഇയാൾ ഫൈറ്റിങ്ങിന് വന്നു, അയാളെയും കൊന്നു കളഞ്ഞു. വേറെ നല്ലൊരു മോനുണ്ടായിരുന്നു, അക്ഷയകുമാരൻ. ക്ഷയമില്ലാത്തവൻ എന്നൊക്കെയായിരുന്നു പേര്. പക്ഷേ ഒരു മരമെടുത്ത് തലക്കടിച്ചിട്ട് ഹനുമാൻ കൊന്നു കളഞ്ഞു. അത് ദൂതുമായി പോയ സമയത്ത് തന്നെ. ഇപ്പൊ ശക്തിയെ ഉപാസിച്ചവരാണ് നമ്മൾ. ത്വം ഹി ദുർഗ ദശപ്രഹരണധാരിണി. വന്ദേ മാതരത്തിലെ ഒരു വരിയാണത്. ഇതൊക്കെയായിരുന്നു മുമ്പ് വെട്ടിക്കളഞ്ഞത്. ഇപ്പോഴാണ് മോദിജി വന്നപ്പോഴാണ് ഇതൊക്കെ തിരിച്ചു വന്നത്. ത്വം ഹി ദുർഗ ദശപ്രഹരണധാരിണി. 10 കൈകളിൽ ആയുധം ധരിച്ച ദുർഗയാണ് നീ. ഇനി സമയം കിട്ടുമ്പോൾ ദുർഗയുടെ കയ്യിലേക്കൊന്ന് നോക്കണം എല്ലാവരും കേട്ടോ. കയറ് പോലും ഉണ്ട്. അതായത് സത്യത്തിന്റെ വിജയത്തിന് ശക്തിയെ ഉപാസിക്കുക. ഹനുമാൻ എന്ത് ചെയ്തു? ഛായാഗ്രാഹിണിയെ ചവിട്ടിക്കൊന്നു. കുറച്ചുകൂടി കഴിഞ്ഞ് ഈ യാത്ര തുടരുകയാണ്. ബുദ്ധി കൊണ്ട് സുരസയെ, ശക്തി കൊണ്ട് ഛായാഗ്രാഹിണിയെ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അതാ മൈനാകം, കടലിൽ നിന്ന് ഉയർന്നു വന്ന മനോഹരമായ പർവ്വതം. അത് വെൽവിഷറാണ്, അഭ്യുദയകാംക്ഷിയാണ്. ഹനുമാന്റെ ഈ ഒരു അവസ്ഥ കണ്ട് തളർന്നിട്ട് ഒന്ന് വിശ്രമിച്ച് അല്പം ഭക്ഷണം കഴിച്ചു പോകാം എന്ന് കരുതി സ്നേഹം കൊണ്ട് വന്നാണ്. നമ്മളെ കർമ്മത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് വരിക. ഒന്ന്, നമ്മളെ ശക്തി കൊണ്ട് തടുക്കുവാനുള്ള ഒരു പ്രേരണ കാണും, അതിനെ ശക്തി കൊണ്ട് ജയിക്കണം. ബുദ്ധിപൂർവ്വം നമ്മളെ പിന്തിരിപ്പിക്കുവാൻ പലരും പരിശ്രമിക്കും, അതിനെയും നമ്മൾ ശ്രദ്ധിക്കണം, ബുദ്ധി കൊണ്ട് ജയിക്കാം. മൂന്നാമത്തേത് കുറച്ച് പണിയാണ്, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താമെന്ന ആളെ. പക്ഷെ ആ സ്നേഹത്തിൽ വീണു പോകരുത്. അവിടെ ഹനുമാൻ വീണോ? ഹനുമാൻ അവിടുന്ന് ചായ കുടിക്കാൻ നിന്നോ? മൈനാകത്തോട് പറഞ്ഞു, നമസ്തേ, ഞാൻ രാമകാര്യത്തിന് പോവുകയാണ്, വിശ്രമം അരുത്. അതുകൊണ്ട് അങ്ങ് സാഗരത്തിന്റെ അടിയിലേക്ക് പോയിക്കോളൂ, എനിക്ക് അങ്ങയുടെ ആതിഥേയത്വം സ്വീകരിക്കുവാൻ ഇപ്പൊ സമയമില്ല, ഞാൻ ഒരു മഹായജ്ഞത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ്. നോക്കൂ, ഒരു കടല് ചാടിക്കടക്കുന്നതിനിടയിൽ വന്ന 3 പ്രതിസന്ധികളെ നേരിടുവാൻ ഹനുമാൻ ഉപയോഗിച്ചത് ശക്തിയെയും ബുദ്ധിയെയും സ്നേഹത്തെയുമാണ്. ഇത് ഡെയിലി വീട്ടിൽ ഉപയോഗിച്ചാലോ? ശക്തി ഉപയോഗിക്കേണ്ടിടത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നിടവും ബുദ്ധി ഉപയോഗിക്കേണ്ടിടത്ത് ശക്തിയാണ് ഉപയോഗിക്കുന്നത്. മാറിപ്പോകുന്നു പലപ്പോഴും വീട്ടിൽ. ഒരാൾ ചൂടായി നിൽക്കുമ്പോൾ മറ്റേ ആൾ ചൂടാവരുത്. ഇപ്പൊ ഭാര്യയാണ് ചൂടാകുന്നതെങ്കിൽ ഭർത്താവ് ചൂടാകരുത്. ഒരു അഗ്നിഗോളം ഉണ്ടാകും എന്നാണ് പറയുക. അഗ്നിയൊക്കെ എടുത്ത് എന്തുകൊണ്ടാ? അഗ്നിയൊക്കെ എടുത്ത വെള്ളം കൊണ്ടാണ്. അപ്പൊ ഒരാൾ ചൂടാവുന്നുവെങ്കിൽ മറുവശത്തുള്ള ആൾക്ക് അതിനെ കെടുത്തുവാനുള്ള തണുത്ത ജലമായി മാറുവാൻ കഴിയണം. നമ്മുടെ ബാലകാണ്ഡത്തിൽ ഒരു രംഗമുണ്ട്. ഘോഷയാത്രയായിട്ട് വിവാഹത്തിന് ശേഷം വിവാഹാനന്തരം തിരിച്ചു പോവുകയായിരുന്ന രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെയും അവരുടെ ഫാമിലിയെയും ഒരാൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പരശുരാമൻ. 6ാമത്തെ അവതാരമാണല്ലോ പരശുരാമൻ. 7ാമത്തെ അവതാരമാണല്ലോ ശ്രീരാമൻ. പരശുരാമനും ശ്രീരാമനും തമ്മിലൊരു സംവാദം നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും. അതൊന്ന് വാൽമീകി രാമായണത്തിലൂടെ ഒന്ന് വായിക്കണം. നമ്മൾ ഈ ചാനൽ ചർച്ചകൾ കാണുന്നവരാണ്. ഞാൻ പരമാവധി കാണാറില്ല. മറ്റൊന്നും കൊണ്ടുമല്ല, ഒരിക്കലും അത് തീരുന്നില്ല. കാരണം ആരും തോറ്റു കൊടുക്കുന്നില്ല. ചെയ്തത് മണ്ടത്തരമാണെന്ന് തെളിയിച്ചാൽ പോലും അടുത്ത ചാനലിൽ പോയിട്ട് ഇതേ മണ്ടത്തരം വീണ്ടും പറയും. അപ്പൊ തോറ്റു കൊടുക്കാൻ ആർക്കും തയ്യാറല്ല. അപ്പൊ ഒരാൾ തോറ്റു കൊടുത്താൽ ഏറ്റവും സമാധാനം വീട്ടിൽ ഉണ്ടാകുമെങ്കിൽ ആരാണ് വീട്ടിൽ തോറ്റു കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. എന്റെ മറുപടി ഞാൻ എന്നുള്ളതാണ്. അല്ല, ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ കാരണം എൻ്റെ വീട്ടിൽ, എൻ്റെ സമാജത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൃണ്ണുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് ഒരു മനുഷ്യനോട് നമ്മുടെ വേദ ഋഷിമാർ പറഞ്ഞത്. നീ വിശ്വത്വം മുഴുവൻ ശ്രേഷ്ഠമാക്കി തീർക്കേണ്ടവനാണ്.
അങ്ങനെയുള്ള നീയാണോ ഈ കാണിച്ചു കൂട്ടുന്നത് വീട്ടിൽ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്? ഈ വിശ്വത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കുവാൻ പിറന്നവരാണ് നീ. മതങ്ങള് മനുഷ്യനെ വിളിച്ചത് അടിമകളെന്ന, കാഫിറുകൾ, കുഞ്ഞാടുകൾ, പാപികൾ എന്നൊക്കെയാണ്. ഇതൊന്നും ഭാരതത്തിന് അനുവദനീയമല്ല. ഈ വാക്കുകളും. നമ്മൾ അടിമയാണോ ദൈവത്തിന്റെ? ഞാൻ അടിമയല്ല, നിങ്ങളും അടിമയല്ല. നമ്മൾ ദൈവത്തിന്റെ അടിമകളാ? ഒരിക്കലുമല്ല. നമ്മൾ ദൈവത്തിന് തുല്യരാണ് നമ്മൾ. അതുകൊണ്ടാണ് ദൈവങ്ങൾ പോലും ഋഷിയുടെ കാൽക്കൽ വണങ്ങുന്നുണ്ടല്ലോ. സന്യാസിമാരുടെ പാദങ്ങളിൽ മഹേശ്വരൻ പോലും നമസ്കരിക്കാറില്ലേ? അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ പാപികളെ എന്നോ അടിമകളെ എന്നോ കാഫിറുകളെന്നോ വിളിക്കുന്നൊന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. നമ്മൾ അതിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ സത്യം കൊണ്ടും ശക്തി കൊണ്ടും സ്നേഹം കൊണ്ടും എങ്ങനെ കീഴ്പ്പെടുത്താം? ബുദ്ധിപൂർവം, ശക്തിപൂർവം, സ്നേഹപൂർവം. നിരസിക്കേണ്ടതിനെ നിരസിച്ചു, സ്നേഹപൂർവം ഹനുമാൻ. ഛായാഗ്രാഹിനെ ചവിട്ടിക്കൊന്നു, ശക്തിപൂർവം. സുരസമാതാവിനെ ബുദ്ധിപൂർവം ജയിച്ചു. എവിടെ എത്തി? ഇപ്പോൾ ഹനുമാൻ ലങ്കയിലെത്തി. അപ്പോ ബ്ലോക്ക് ചെയ്യാൻ വേറൊരാള്, ലങ്കാലക്ഷ്മി. ലങ്കാലക്ഷ്മി ഒരു ശാപത്തിന്റെ ഫലമായിട്ടാണ് ദുഷ്ടന് കാവൽ നിൽക്കേണ്ടി വന്നത്. അതും വലിയൊരു പാടാണ്. നാം നമ്മുടെ വിലയറിഞ്ഞ് പ്രവർത്തിച്ചില്ല എങ്കിൽ നമുക്ക് ഏവർക്കും ഈ ഒരു ഗതികേട് വന്ന് ചേർന്നേക്കാം. ഞാൻ ആരാണ്, ഞാൻ എന്തല്ല എന്ന തിരിച്ചറിവ് ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും താണു പോകും. ഞാനൊരു സ്ഥലത്ത് വെച്ച് കണ്ടതാ. ഒരു പ്രൊഫസറാ, അദ്ദേഹം വലിയ പ്രൊഫസറാ. അദ്ദേഹം ഞങ്ങൾക്കൊപ്പം ഇരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് രഹസ്യമായിട്ട് മദ്യപിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കുഴപ്പമില്ല, രഹസ്യമായിട്ടാണ്. കുഴപ്പമില്ല എന്നല്ല, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുഴപ്പമില്ല. അപ്പൊ ഒരു പറ്റം മദ്യപാനികൾ വന്നതും അദ്ദേഹത്തിന്റെ അരികിൽ അങ്ങോട്ട് ഇരുന്നു. അവര് നന്നായിട്ട് മദ്യപിച്ചാ വന്ന്. എന്നിട്ട് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നു. ഞങ്ങളെല്ലാം സാർ സാർ എന്ന് വിളിക്കുന്ന ആളോട് ഏറ്റവും അന്തസ്സില്ലാത്ത ഭാഷയിൽ കഴിഞ്ഞ ദിവസം കള്ളു കുടിച്ചതുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഉരുകി ഒലിച്ചു പോയി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത്രയും സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയുടെ കൂട്ടുകെട്ട് എത്രയും വളരെ നിലവാരം കുറഞ്ഞ ആളുകളായിരുന്നു. അപ്പോൾ അന്തസ്സുള്ള, അല്ലെങ്കിൽ നമുക്ക് തുല്യരായ ആളുകൾ മാത്രമേ കൂട്ടുകൂടാൻ പാടുള്ളൂ. നമുക്ക് തുല്യത ഉണ്ടാവണം എല്ലാ കൂട്ടിലും. അല്ലെങ്കിൽ നമ്മുടെ അന്തസ്സ് കൂടി ക്ഷയിച്ചു പോകും. അത് വളരെയേറെ ശ്രദ്ധിക്കണം. ലങ്കാലക്ഷ്മി നമ്മളെ പഠിപ്പിക്കുന്നതാണ്. രാവണന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കേണ്ട ഗതികേട് വന്നു ചേർന്നു. പക്ഷെ ഇത് ഹനുമാന്റെ ഒരു തല്ല് കിട്ടുന്നതോടുകൂടി ശരിയാവും എന്നൊരു ശാപമോക്ഷവും കിട്ടിയിട്ടുണ്ട്. ഹനുമാനെ ബ്ലോക്ക് ചെയ്തു, ഹനുമാൻ ഒരു തല്ല് കൊടുത്തു. അതോടുകൂടി കാര്യം മനസ്സിലായി. ചിലതൊക്കെ അങ്ങനെയാണ്. ചിലത് കിട്ടേണ്ടടുത്ത് കിട്ടണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പാകിസ്ഥാന് കാര്യം മനസ്സിലായത്, നമ്മൾ 11 ബ്രഹ്മോസ് മിസൈൽ അങ്ങോട്ട് അയച്ചു. അവന്റെ 11 വ്യോമസേനാ താവളങ്ങളെയും തകർത്തു, 9 ഭീകര കേന്ദ്രങ്ങളെയും തകർത്തപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഇതൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കളിക്കരുത് എന്ന്. അതുകൊണ്ട് വലിയ കളി പിന്നീട് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ ശക്തിയുടെ ഭാഷ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. അത് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് രാമദൂതനായ ഹനുമാൻ. അദ്ദേഹത്തെ പോലെ ഓരോ സന്ദർഭങ്ങളിൽ ഓരോന്ന്, അതിന് നമ്മൾ പറയും ശ്രുതം എന്നാണ് പറയാം. ശ്രുതം എന്ന് പറഞ്ഞാൽ ഏത് അവസരത്തിൽ ഉപയോഗിക്കണം, ഏത് അവസരത്തിൽ ഉപയോഗിക്കരുത്. പലപ്പോഴും ശ്രുതയില്ലായ്മ വീട്ടിൽ എത്ര പ്രോബ്ലം ഉണ്ടാക്കും. ചില ആളുകൾ പറയും, ഞാൻ എല്ലാം മുഖത്ത് നോക്കി പറയുന്ന ആളാ. അവരെ പോലെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന, ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ ഉള്ളത്? ഇതെല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ വീട്ടില്? അതുകൊണ്ട് ആചാര്യന്മാർ പറയും, കളവ് പറയരുത്, വേരോടെ ഉണങ്ങിപ്പോവും. സത്യം പറയാതിരിക്കാം. എല്ലാ സത്യവും പറയരുത്. കല്യാണം കഴിച്ചിട്ട് ആദ്യ ദിവസം തന്നെ മൊത്തം പ്രണയിച്ച സ്ത്രീകളുടെ ലിസ്റ്റ് ഭാര്യ ഏൽപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ജീവിതം കോളായി പോകും. ആരോടും പറയാതെ കുഴിച്ചു മൂടേണ്ട പല രഹസ്യങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് എനിക്കറിയാം, എൻ്റെ ജീവിതത്തിലുണ്ട്. അതെനിക്കൊപ്പം മണ്ണടിയേണ്ടതാണ്. ചില ആളോട് മാത്രം പറയേണ്ട രഹസ്യങ്ങളുണ്ട്. ചിലത് അമ്മയോടേ പറയാവൂ, ഭാര്യയോട് പറയാനേ പാടില്ല. ചില രഹസ്യം അമ്മയോട് പറയരുത് കേട്ടോ. ചില രഹസ്യം ആ ഭാര്യയോട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതാണ് കാര്യ വിവേചനം. എവിടെ എന്ത് പ്രയോഗിക്കണം, എവിടെ എന്ത് പറയണം, എവിടെ എന്ത് പറയരുത്, എവിടെ എങ്ങനെ പെരുമാറണം, എവിടെ എങ്ങനെ പെരുമാറരുത്, ഇത് കൃത്യമായിട്ട് ഹനുമാൻ നമുക്ക് പഠിപ്പിച്ചു തരും. കൃത്യമായിട്ട് ഹനുമാൻ സ്വാമി നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ കൊടുക്കേണ്ടത് കൊടുത്തും, സൈലന്റ് ആയിരിക്കേണ്ടത് സൈലന്റ് ആയിരുന്നു ഒക്കെയാണ് ഹനുമാൻ സ്വാമിയുടെ. ഇപ്പോൾ നിയുദ്ധ എന്ന് പറയുന്നൊരു മുറയുണ്ട്. ആ നിയുദ്ധ പഠിക്കുമ്പോൾ
പിന്നെ നമ്മളെ പഠിപ്പിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അതിതാണ്: സംപ്രേരണാർത്ഥ സങ്കല്പ ത്വരാജ സഹജക്രിയ വജ്രാഘാത ചമത്കാരോ നിയുദ്ധേ ഷഡ്ക്രിയാമത. ഈ 6 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം കേട്ടോ. സംപ്രേരണ, അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ഒരാൾ തല്ലുമെന്ന് ഉറപ്പ് വന്നാൽ അയാൾ ഇങ്ങോട്ട് തല്ലുന്നതിന് മുമ്പ് കയറി അങ്ങോട്ട് തല്ലണം. പക്ഷെ രണ്ടാമത്തെ കാര്യം ഓർമ്മിക്കണം, സങ്കല്പം. ആരെയാണ് തല്ലുന്നത് എന്നതിനെ കുറിച്ച് ബോധ്യം ഉണ്ടാവണം. കാരാട്ടെ ബ്ലാക്ക് ബെൽറ്റും റെഡ് ബെൽറ്റും എല്ലാം കഴിഞ്ഞ് ഒരുത്തനെ നമ്മൾ കയറി തല്ലിയാലോ, നമ്മൾ ബാക്കിയുണ്ടാവില്ല. അപ്പൊ സങ്കല്പം. ത്വര എന്ന് പറഞ്ഞാൽ എപ്പോഴും വിജയം നമ്മുടേതായിരിക്കണം. അതായത് തോക്കാൻ പോകുന്ന ഒരു കളിക്കും നിൽക്കരുത് എന്നർത്ഥം. ത്വര. സഹജക്രിയ, അങ്ങോട്ട് തല്ലിയാൽ ഇങ്ങോട്ടും തല്ല് കിട്ടും, അപ്പം ബ്ലോക്ക് ചെയ്യാൻ കഴിയണം. വജ്രാഘാതം, ഒരൊറ്റ ഇടിക്ക് കാര്യങ്ങൾ. ഒരു ബ്രഹ്മോസ് മിസൈൽ അയച്ചപ്പോൾ തന്നെ കാര്യം തീരുമാനമായില്ലേ, അതാണ് വജ്രാഘാതം. ചമത്കാരം, 10 പേര് തല്ലാൻ വന്നിട്ട് ഒരുത്തനെ തല്ലുന്നത് കണ്ടിട്ട് 9 പേര് ഓടണം, അതിന്റെ സ്റ്റൈല് കണ്ടിട്ട്. ഇത് ശ്രദ്ധിക്കണം. ഇതൊക്കെ തികഞ്ഞൊരാളാണ് ആര്? ഹനുമാൻ. എവിടെ അറ്റാക്ക് ചെയ്യണം, എവിടെ എന്ത് ചെയ്യണം, എവിടെ എന്ത് ചെയ്യരുത് ഒക്കെ അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. അങ്ങനെ അദ്ദേഹം ലങ്കാലക്ഷ്മിക്ക് മോക്ഷമൊക്കെ കൊടുത്തു. സീതയെ കണ്ടെത്തുവാനുള്ള യാത്രക്കിടയിൽ അദ്ദേഹം ആദ്യം കയറിയത് അന്തപുരത്തിലാണ്. അർദ്ധവസ്ത്രധാരികളായ സ്ത്രീകൾ, വിവസ്ത്രധാരികളായ സ്ത്രീകൾ. ഈ കൂട്ടത്തിൽ ഞാൻ എൻ്റെ സീതയെ, ഞങ്ങളുടെ സീതയെ തിരഞ്ഞു. ലജ്ജാവിവശനായി പോവുകയാണ് ആര്? ഹനുമാൻ സ്വാമി. ഇതാണ് വകതിരിവ് എന്ന് പറയുന്നത്. ഒരബദ്ധം പറ്റി. കുഴിയിൽ വീഴുന്നത് തെറ്റല്ലല്ലോ, നമ്മൾ കണ്ടില്ലല്ലോ കുഴിയിൽ കിടക്കുന്നതാണ് തെറ്റ്. കുഴിയിൽ വീഴുന്നത് തെറ്റല്ല, കുഴിയിൽ കിടക്കുന്നത് തെറ്റാ. പിന്നെ ഇന്ന് വീണ കുഴിയിൽ നാളെ വീഴുന്നത് വലിയ മണ്ടന്മാർക്ക് പറ്റുന്ന അബദ്ധമാണ്. ഇന്ന് വീണ കുഴിയിൽ നാളെ വീണ്ടും വീഴുക എന്ന് പറഞ്ഞാൽ വലിയ അബദ്ധമാണ്. അപ്പോ അന്തഃപുരങ്ങളിൽ സീതയെ തേടി ലജ്ജാവിവശനായി പോയി ആരേ? ഹനുമാൻ. കാരണം ഇവിടെ ഒരിക്കലും സീത ഉണ്ടാവില്ലല്ലോ. ആരാ സീതാമാതാവ്? ഭൂമിയുടെ സകല മാതാക്കളുടെയും പ്രതീകമായ ആ അമ്മ ഒരിക്കലും ഈ മദ്യപിച്ച് കൂത്താടി ജീവിക്കുന്ന സ്ത്രീകളുടെ അന്തപുരത്തിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെ എവിടെ ഉണ്ടാവും? സ്വച്ഛന്തമായ ഏതെങ്കിലും സ്ഥലത്ത്. അങ്ങനെയാണ് അശോകവനിയിൽ എത്തുകയും അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ കരഞ്ഞു തളർന്നിരിക്കുന്ന ആ ചൈതന്യവത്തായ എന്നാൽ ക്ഷീണിച്ച സീതാദേവിയെ കണ്ടെത്തി. ഒരു വാനരനായിട്ട് ഹനുമാൻ രാമന്റെ കീർത്തനങ്ങൾ പാടിയപ്പോൾ സീതയ്ക്ക് സംശയമായി. കാരണം ഒരുപാട് രൂപത്തിലും ഭാവത്തിലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് രാവണൻ. രാമന്റെ തല പോലും കൊണ്ടുപോയിട്ട് മുമ്പിലിട്ടിട്ടുണ്ട്. ഇനി രാമനെ ഞാൻ കൊന്നു, ഇനി ഒരു രക്ഷയില്ല, നീ എന്നെ കല്യാണം കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. രാക്ഷസിമാരെ ഉപയോഗിച്ചിട്ട് ഭീഷണിയുണ്ട്, പിന്നെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്നും വീണ് പോയിട്ടില്ല. ഈ സമയത്താണ് ഇനി കുനകനായിട്ട് രാവണനാണോ വന്നത്? സീതാദേവിക്ക് സംശയം. അപ്പോഴാണ് ആ വരികളിലെ ആത്മാർത്ഥത. ഏത് ഡ്യൂപ്ലിക്കേറ്റ് വേഷം ധരിച്ചു വന്നു കഴിഞ്ഞാലും അഹല്യക്ക് മനസ്സിലാക്കണമായിരുന്നു ഇതെന്റെ ഭർത്താവല്ല എന്ന്. അല്ലാതെ ഭർത്താവിന്റെ ഷർട്ടൂട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ഭർത്താവാണെന്ന് ആരും ധരിക്കുമോ? ഒരു മാത്ര കണ്ട് മോഹിച്ചു പോയതാണ്. ആരെ? ഭൂലോക സുന്ദരനായ ദേവേന്ദ്രനെ. ശാപം കിട്ടിയത് നമ്മുടെ അധ്യാത്മരാമായണത്തിലാണ് ശിലയായി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, ശില പോലെ ജീവിച്ചു. വാൽമീകി രാമായണം പറഞ്ഞു ശില പോലെ ജീവിച്ചു. കർമ്മശേഷി എല്ലാം നഷ്ടപ്പെടുത്തി ശില പോലെ ജീവിച്ചു അഹല്യ.